രജിസ്റ്റർ വിവാഹം കഴിഞ്ഞ ശേഷം ബന്ധത്തിൽ നിന്നും പിന്മാറാൻ യുവാവിന്റെ സമ്മർദ്ദവും ഭീഷണിയും കാരണം ദളിത് യുവതി ജീവനൊടുക്കിയതായി പരാതി. പുതുക്കാട് വടക്കേത്തുറവ് സ്വദേശിനി പട്ടത്ത് വീട്ടിൽ അശോകിന്റെ മകൾ 25 വയസ്സുള്ള അനക്കയാണ് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ശനിയാഴ്ച പുലർച്ചെ മരിച്ചത്. രഹസ്യ വിവാഹം നടത്തി സ്ത്രീധന പീഡനം നടത്തിയെന്നാരോപിച്ച് യുവാവിനും അമ്മയ്ക്കുമെതിരെ യുവതിയുടെ കുടുംബം രംഗത്തെത്തി. കഴിഞ്ഞ മാസം 9-ന് മാതൃ സഹോദരന്റെ ചിറ്റിശ്ശേരിയിലെ വീട്ടിൽ വെച്ചാണ് യുവതി ആത്മഹത്യക്ക് ശ്രമിച്ചത്. തൂങ്ങി മരിക്കാൻ ശ്രമിച്ച യുവതിക്ക് ആദ്യം ഉല്ലൂരിലും പിന്നീട് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലും ചികിത്സ നടത്തി വരികയായിരുന്നു. ഇതിനിടെയാണ് യുവതിയുടെ സുഹൃത്തുക്കളിൽ നിന്ന് യുവാവുമായി നടന്ന രഹസ്യ വിവാഹത്തെക്കുറിച്ച് ബന്ധുക്കൾ അറിയുന്നത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ 6 മാസം മുൻപ് നെല്ലായി രജിസ്റ്റർ ഓഫീസിൽ വെച്ച് സമീപവാസി കൂടിയായ പുളിക്കൽ വീട്ടിൽ ആനന്ദുമായി യുവതിയുടെ വിവാഹം നടന്നതായി കണ്ടെത്തി. മുൻപ് ആനന്ദ് വിവാഹാലോചന നടത്തിയെങ്കിലും യുവതിയുടെ വീട്ടുകാർ സമ്മതിച്ചില്ല. എന്നാൽ അടുപ്പത്തിലായി ഇരുവരും രജിസ്റ്റർ മാരേജ് ചെയ്യുകയായിരുന്നു. പിന്നീട് ഇരു വീട്ടുകാരുടെയും സമ്മതപ്രകാരം ഏപ്രിൽ 21-ന് കല്യാണ നിശ്ചയവും നടത്തി. തുടർന്ന് യുവതിയോടുള്ള ആനന്ദിന്റെ പെരുമാറ്റം തീർത്തും മോശമായി. അസഭ്യ വർഷത്തോടെയുള്ള ഭീഷണിയും പതിവായി. നിന്റെ ഫോണിൽ നെറ്റ് ഓഫ് ആവണോ വേണോ കോള് വിളിക്കണോ വേണോ ഞാൻ തീരുമാനിച്ചോണ്ട് കേട്ടാ. ഞാൻ പറയണത് നെറ്റ് ഓഫ് ആക്കണ്ട. ഞാൻ ഇപ്പൊ മെസ്സേജ് അയക്കണ്ടോ 30 സെക്കൻഡ് അതിനുള്ളിൽ റീപ്ലൈ കിട്ടണം. ഫോൺ അതിന്റെ മുകളിൽ അടിക്കാനും പാടില്ല. മനസ്സിലായ? യുവാവിന്റെയും അമ്മയുടെയും നിരന്തരമായ ഭീഷണിയെ തുടർന്നുള്ള മനോവിഷമമാണ് അനഘയെ മരണത്തിലേക്ക് തള്ളിവിട്ടെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. 3 ദിവസം അതിനുവേണ്ടി നമ്മള് നടക്കാത്ത സ്ഥലല്ലേ, പരാതി കൊടുക്കാത്ത സ്ഥലല്ലേ, SP ഓഫീസിൽ പോയി കുറെ നേരം ഇരുന്നു. ഇവിടെ നിന്ന് വിളിക്കുന്നു, അവിടെ നിന്ന് വിളിക്കുന്നത്, എവിടേക്കോ ഈ അച്ഛന് വയ്യ, ഈ കുട്ടീനെ അവിടെ ഇട്ടിട്ട് ഈ അച്ഛനും ബന്ധുക്കളും ചേട്ടന്മാരും ഞങ്ങളെല്ലാവരും ഓടി നടന്നു. ഇനിയും നമുക്കൊരു നീതി നമുക്ക് കിട്ടണം. ഇനിയൊരു അവസ്ഥ ഇങ്ങനത്തെ ഒരു കുട്ടികൾക്ക് ഉണ്ടാവാൻ പാടില്ല. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇത് നിങ്ങളെ അറിയിച്ചത് തന്നെ. ഞങ്ങൾ ഇത്ര 1.5 മാസം ഞങ്ങൾ എല്ലാതും അഡ്ജസ്റ്റ് ചെയ്ത് ഇവിടെ ഇരുന്നു. വീട്ടിൽ റൂമിലായിട്ടും എല്ലാവരും ഓടി നടന്ന പൈസയ്ക്ക് വേണ്ടി കുട്ടിയുടെ ജീവന് വേണ്ടിയിട്ട്. ഇന്ന് ഞങ്ങളെ കുട്ടിയുടെ ഞങ്ങളുടെ ജീവനക്ക് ഇല്ല. ഇത് എല്ലാം അറിഞ്ഞിട്ടും അവര് സുഖസുന്ദരമായിട്ട് അവിടെ ഇരിക്കുക. അവന്റെ അമ്മയുടെ ടോർച്ചറിങ്ങും അവന്റെ ടോർച്ചറിങ് കൊണ്ടാണ് എന്റെ ഈ കുട്ടി ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ഈ കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടി കുടുംബം പുതുക്കാട് പോലീസിൽ പരാതി നൽകിയെങ്കിലും കാര്യമായ നടപടി കൈക്കൊണ്ടില്ലെന്നും കുടുംബം ആരോപിച്ചു. രജിസ്റ്റർ മാരേജ് ചെയ്തിട്ട് ഇന്നൊരു എൻഗേജ്മെന്റ് ഉണ്ടാക്കി അവർക്ക് സ്ത്രീധനത്തിന് വേണ്ടിയിട്ട് അവര് എൻ്റെ മോളെ കൊന്നു കളഞ്ഞു. എൻ്റെ ചേച്ചിക്ക് ഒരു ജീവിതം ഉണ്ടാക്കി അവരുടെ സ്വപ്നങ്ങളൊക്കെ കൊണ്ട് കളഞ്ഞിട്ട് അവരെ ഒന്നും ചെയ്യാൻ പോലീസുകാർക്ക് പറ്റിയിട്ടില്ല. ഇന്നലെ 1 മണിക്ക് മരിച്ച കുട്ടീനെ ഇന്ന് നേരമായിട്ടും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. പോലീസുകാരോട് ചോദിക്കുമ്പോൾ കുട്ടി മരിക്കട്ടെ എന്നിട്ട് ഞങ്ങൾ വരെ മൊഴി എടുക്കാനെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെന്തോരം ഓടിച്ചു എന്നറിയുമോ. ഐസിയിൽ കിടക്കുന്ന ഒരു കുട്ടിയുടെ അച്ഛൻ FIR കിട്ടാൻ വേണ്ടി 2 മണിക്കൂർ നേരം അവിടെ വെയിറ്റ് ചെയ്യിച്ചു അവര്. ബിരുദാനന്തര ബിരുദധാരിയായ അനഘ PhDക്ക് റഫർ ചെയ്യുകയായിരുന്നു. അനഘയുടെ മരണത്തിന് കാരണക്കാരായവർക്കെതിരെ ശക്തമായ നിയമ നടപടി വേണമെന്ന് കുടുംബത്തിന്റെ ആവശ്യം. എന്നാൽ സംഭവത്തിൽ യുവാവിനെതിരെ കേസെടുത്തതായും കൂടുതൽ അന്വേഷണം നടത്തിവരുന്നതായും പുതുക്കാട് SHO B സജീഷ് കുമാർ അറിയിച്ചു.